ഗതാഗത മന്ത്രി CP ജോൺ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയായിരുന്നു. സ്ത്രീകൾ KSRTC ബസ്സിൽ തള്ളിക്കയറുന്നു. അതായത് ഇപ്പൊ സ്ത്രീകൾ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ട ഒരു വാഗ്ദാനം അല്ല, അത് സർക്കാരായിട്ട് നടപ്പാക്കിയ ഒരു ഇതാണ്. അപ്പൊ ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു പൊതുസമൂഹത്തിൽ പറയാൻ പറ്റിയ ഒരു കാര്യമാണോ അദ്ദേഹം പറഞ്ഞത്? ഒരിക്കലുമല്ല. ഞാൻ CP ജോൺ എന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ദീർഘകാല സുഹൃത്താണ്. പൊതുവെ വളരെ മാന്യനും നന്നായി സംസാരിക്കുന്ന ആളും പഠിച്ച് വിവരം പറയുന്ന ഒരാളുമാണ്. CP ജോണിൽ നിന്ന് അങ്ങനെ MM മണി സ്റ്റൈൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് തെറ്റാണ്. പക്ഷെ ഇപ്പം ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന അദ്ദേഹം തന്നെ അത് തിരുത്തുകയും ചെയ്തു. ഞാൻ ക്ഷമ ചോദിച്ചു. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരങ്ങനെ ചെയ്യാറില്ല. തിരുത്തിയാൽ പിന്നെ ന്യായീകരിച്ച് മെഴുകുക പതിവ്. അദ്ദേഹം പിന്നെ എന്തായാലും അദ്ദേഹത്തിന് ആ ഒരു ജെന്റിൽമാൻനെസ്സാണ് ഞാൻ അതിനെ ആദ്യം ബഹുമാനിച്ചുകൊണ്ട് പറയാം. തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ രാജാവും പ്രജയായിട്ടാണ് ജനങ്ങളെ കാണുന്നത്. ഇത് ജനാധിപത്യമാണ്. നമ്മുടെ രാജാവ് ജനങ്ങൾക്ക് ചില സൗകര്യങ്ങൾ കൊടുക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ ഇത്ര പേർക്ക് പെൻഷൻ കൊടുത്തു, ഇത്ര പേർക്ക് വീട് കൊടുത്തു, ഇത്ര പേർക്ക് ഇത് കൊടുത്തു എന്ന് സ്ഥിരം പറയും. യഥാർത്ഥത്തിൽ അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ കൊടുത്തവർക്ക് കിട്ടിയല്ലോ. അതിങ്ങനെ അതിൻ്റെ എണ്ണി പറഞ്ഞ് ഞാൻ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് സാമ്പാർ തന്നു, നിങ്ങൾക്ക് ചിക്കൻ കറി തന്നു എന്ന് പറയുന്നത് ഒരിക്കലും അത് തെറ്റായൊരു കാര്യമാണ്. ആ രാജബോധം ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ മിക്കവാറും ആളുകളുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് ജോണിനെ പോലൊരു ഏറ്റവും പോളിഷ്ഡായ, ഞാൻ സംസ്കാര സമ്പന്നൻ എന്ന് പറയാവുന്ന ഒരാൾക്ക് പോലും അത് നാക്കുപിഴ തന്നെയാണ്. നാക്കുപിഴ എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം പിന്നെ അത് കുറെ അതിന്റെ വ്യാഖ്യാനമൊക്കെ കൊടുത്തു. പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക അല്ല, അത് ഉറച്ചു നിൽക്കുന്നു അദ്ദേഹത്തിന് ന്യായീകരണം. പിന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞു. അത് ന്യായീകരിക്കാൻ എന്നുള്ള നമ്മുടെ ആദ്യത്തെ ശ്രമം. എല്ലാ തെറ്റും ന്യായീകരിക്കലല്ലേ നമ്മുടെ രാഷ്ട്രീയത്തിലൊരു പ്രത്യേകത. എന്ത് തെറ്റ് പറഞ്ഞാലും ആദ്യം അതിനങ്ങ് ന്യായീകരിക്കും, പിന്നെ ന്യായീകരണമൊക്കെ വേറെ വഴിക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരു രാഷ്ട്രീയ നേതാവ് തനിക്ക് തെറ്റുപറ്റി, ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ജോണിൻ്റെ ഒരു വിശദീകരണം ഞാൻ വായിച്ചു. ഞാനൊരു അയാളുടെ ഫേസ്ബുക്ക് ലൈവും കണ്ടു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മലയാളി സ്വന്തം ആവശ്യങ്ങൾ ചിലവ് കുറയ്ക്കുകയും കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പണം ചിലവാക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇടിച്ചു തള്ളി തിരക്ക് കൂടിയാലും നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകും, സൗജന്യം ഉണ്ടെങ്കിൽ സൗജന്യത്തിൽ പോകും. സർക്കാർ ആശുപത്രിയിൽ ബെഡില്ലെങ്കിലും നമ്മൾ പോയി സൈഡിൽ റോഡിലായാലും ഇതിലായാലും നിലത്തായാലും കിടക്കും. പക്ഷെ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നമ്മളത് ചെയ്യില്ല. അതിലൊരു സൈക്കോളജിക്കൽ പോയിന്റ് ഉണ്ട്, മലയാളിയുടെ ഒരു സൈക്കോളജി ഉണ്ട്. കാരണം എന്താ, എന്തിനാ കുട്ടിയെ പഠിപ്പിക്കും കാശ് ചിലവാക്കണേ? അത് നല്ലതാണോ? കൂടുതൽ കാശ് ചിലവാക്കി പഠിപ്പിക്കുന്ന നല്ലതാണോ എന്നുള്ള വേറൊരു ചോദ്യമുണ്ട്. പക്ഷെ കൂടുതൽ നമ്മൾ കുട്ടികൾക്ക്, നമുക്ക് അസുഖം വരുന്ന പോലെയല്ലോ കുട്ടികൾക്ക് അസുഖം വന്നാൽ. ഏതച്ഛനും അമ്മയും അങ്ങനെയല്ല. നമുക്ക് അസുഖം വരുമ്പോൾ ഇത്തിരി കൂടി നോക്കാം, ഒരു ആസ്പിരിൻ കഴിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാം, പാരസെറ്റമോൾ കഴിക്കാം, നോക്കാൻ നോക്കി. പക്ഷെ കുട്ടികൾക്ക് വന്നാൽ നമ്മളങ്ങനെ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും നല്ല ആശുപത്രി കൊണ്ടുപോകും, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കും, ഏറ്റവും നല്ല ഡ്രസ്സ് അവർക്ക് കൊടുക്കും. യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾ പോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ടാക്സി വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ KSRTC പോകും. അപ്പോൾ അത് ആ ഒരു കാര്യമാണ് താൻ പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലയാളിയുടെ ആ ഒരു സൈക്ക് ഉണ്ടല്ലോ, ആ ഒരു സൈക്കുണ്ട് മലയാളിക്ക്, അതുണ്ട്. പക്ഷെ അത് പറയേണ്ട രീതി ഇതല്ല. പ്രത്യേകിച്ചും ഗതാഗത മന്ത്രിയല്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും നല്ല, ഈ ഗവൺമെൻറ് ഏറ്റവും നല്ല നടപടിയായിട്ട് ഞാൻ കാണുന്ന ഒരു സംഗതിയാണ് സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം കൊടുത്തത്. ആദ്യം മുതൽ തന്നെ ഞാനതിനെ 100% അംഗീകരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ സ്ത്രീകളുടെ മൊബിലിറ്റി എന്നുള്ള ഒരു സമൂഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടുന്നതാണ്. സ്ത്രീകൾക്ക് ഇപ്പോഴും മുഴുവൻ മൊബിലിറ്റി ഒന്നായിട്ടില്ല. കാരണം ഇപ്പോൾ രാത്രി സ്ത്രീകൾക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ 24 hours എവിടെ വേണമെങ്കിലും സ്ത്രീകൾക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ ആളുകൾ പറയില്ലേ, ഇപ്പം എൻ്റെ മകൾ വിദേശത്തുണ്ട്, അവൾ പറയും, അച്ഛാ ഇവിടെ ഒരു പേടിയും പേടിക്കണ്ട, ഇവിടെ നമുക്ക് രാത്രി നടക്കാം, ഏത് ഡ്രസ്സ് ഇട്ട് നടക്കാം, എങ്ങനെ വേണ്ടി നടക്കാം, ആരും നമ്മളോട് ചോദിക്കാനില്ല. നമ്മുടെ അവിടെ അങ്ങനെയല്ല. അപ്പം ഗതാഗത സൗജന്യമാകുമ്പോൾ കൂടുതൽ ആളുകൾ, ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ പരാതി പറഞ്ഞു, ആളുകൾ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് ദേവാലയത്തിൽ പോകാനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പറഞ്ഞു, ആളുകൾ ദേവാലയത്തിൽ പോയിക്കൊണ്ടുണ്ടെന്ന് കുഴപ്പം, ഈ ക്ഷേത്രങ്ങളും പള്ളികളും വിസിറ്റ് ചെയ്യാനാണ് സ്ത്രീകൾ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് എന്നൊരു പരാതി എൻ്റെ അടുത്ത്. ഒരാൾ വ്യക്തിപരമാണ്. ഞാൻ പറഞ്ഞു, അവർ പോയിക്കോട്ടെ, ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഒരുപക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റിലീഫാണ്. കാരണം വീട്ടിൽ നിന്ന് പുറത്തെടുക്കുക എന്നുള്ളത് തന്നെ 90% സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റിലീഫാണ് നമ്മുടെ നാട്ടിൽ. കാരണം അവർ വീട്ടിൽ എപ്പോഴും അടച്ചിടപ്പെട്ടാണ്. പ്രത്യേകിച്ചും കുറച്ച് പ്രായമൊക്കെ ആയ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ കാശില്ലെങ്കിലും. ഇപ്പോൾ എനിക്കറിയാം, ഗുരുവായൂർ റെഗുലറായി പോയി വരുന്ന ഒരു ലേഡി, അവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ഉണ്ട്. അതിപ്പോൾ ഒരാളുടെ കാശ് കൊടുത്താൽ മതി. വയനാട്ടിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്,
അവർ പറഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരാം. എന്നോട് പറഞ്ഞൊരു കാര്യം, വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒരു പൈസ ചിലവാക്കാതെ ആ സ്ത്രീക്ക് വരാം, അല്ലെങ്കിൽ 100 120 രൂപ അനന്തപടി 120 150 രൂപ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യം ചെയ്തു. പക്ഷെ നല്ല കാര്യം ചെയ്തു എന്ന് മന്ത്രി പറയരുത്. അതെന്തെങ്കിലും മന്ത്രിയുടെ സൗജന്യമല്ല, അവിടെയാണ് പ്രശ്നം. ഇത് സ്ത്രീകളെ അപമാനിച്ചു എന്നല്ല, സർക്കാർ ചെയ്യുന്ന ഏത് സേവനവും രാവിലെയും വൈകുന്നേരവും വിളിച്ചു പറയുകയും നിങ്ങളത് കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് പറയും. കൂടുതൽ ഉപയോഗിക്കണമല്ലോ. ഇത് കൂടുതൽ പേര് കയറുകയാണല്ലോ ഗവൺമെൻറ്റും നല്ലത് അല്ലേ? ഞാൻ കാണുന്നത് ഗവൺമെൻറ് എന്തായുണ്ട്, കൂടുതൽ ആളുകൾക്ക് ഇത് കയറാൻ സൗകര്യം ഉണ്ടാക്കണം. കൂടുതൽ ആളുകൾ ഇത് കയറുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നണം, ഓ ഗവൺമെൻറ് ഞങ്ങൾക്ക് നല്ലൊരു കാര്യം ചെയ്തു തന്നു, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു. നേരെ മറിച്ച് ഞാനത് പറയാൻ നിന്ന്, അതാ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിരുന്ന് തന്നിട്ട്, ക്ഷണിച്ച് വിരുന്ന് തന്നിട്ട് ഞാൻ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ കണക്ക് പറയാൻ നിന്നാൽ അത് വളരെ വളരെ മോശമാണ്, അപമാനകരമാണ്. കഴിച്ചില്ല എന്ന് തോന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും, ജോണിന് നല്ല ഭാഷയുള്ള ആളാണ്. ജോണിന് തിരിച്ചു പറയായിരുന്നു, പാവപ്പെട്ട അച്ഛനും അമ്മയും എപ്പോഴും ഈ സ്വകാര്യ സർക്കാർ ബസ്സിലും ഇതിലും പോകുമ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ നന്നായി നോക്കും എന്നാണ് പറയുന്നതെങ്കിൽ മനസ്സിലാവും. സ്ത്രീകൾ എന്തായാലും ധാരാളം കയറുന്നുണ്ട്, നല്ല കാര്യം, അങ്ങനെയാണ് പറയേണ്ടത്. സ്ത്രീകൾ KSRTCയിൽ ധാരാളം കയറുന്നുണ്ട്, അത് നല്ല കാര്യമല്ലേ? അത് നല്ല കാര്യമാണ്. പക്ഷേ ഈ സ്ത്രീകൾ ഒരു കൂട്ടം ആൾക്കാർ ഈ ഒരു സൗജന്യ യാത്രേനെ നല്ല രീതിയിൽ പറയുമ്പോൾ വേറെ ചില ആൾക്കാർ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ KSRTCയിൽ കൂടുതലും പോകുന്നത് ഗവൺമെന്റ് ജോലിക്കുള്ള സ്ത്രീകളൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അത്ര ആൾക്കാർ പോകുമ്പോൾ സാധാരണക്കാർക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു അമ്മമാർക്കൊക്കെ ആശുപത്രിയിലൊക്കെ പോകണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് അതിൽ ചെന്ന് കയറുമ്പോൾ തിരക്കും, കാരണം അവർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല, അങ്ങനെ ഞാൻ കാണുന്നില്ല. കാരണം ഇത് വിവേചനപരമാവരുത് എന്ന് തന്നെയാണ് ഈ എൻ്റെ ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട്. സമ്പന്നയായ സ്ത്രീ ദരിദ്രയായ സ്ത്രീ എന്നില്ല. സമ്പന്നം ഇത് കാർഡ് വെച്ചത് കൊടുക്കാൻ പറ്റില്ല. അത് വളരെ ഡിസ്ക്രിമിനേറ്ററിയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു സൗജന്യത്തിന് നിൽക്കുമ്പോൾ ഞാനൊരു പാവപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് ഞാൻ സൗജന്യം വാങ്ങിക്കുകയും നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ ധൈര്യം ഉണ്ടാവില്ല. ഞാൻ പാവപ്പെട്ട, അപ്പോൾ എങ്ങനെ കാശിലുണ്ട്, കാശുണ്ടാക്കി കൊടുക്കും. ഡിസ്ക്രിമിനേറ്ററി ഒന്നും പാടില്ല. സ്ത്രീകൾക്ക് സൗജന്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സൗജന്യം. എൻ്റെ നിലപാടതാ. ഇപ്പം തിരക്ക് കൂടുന്നതില്ല, അല്ലെങ്കിലും ബസ്സിൽ തിരക്കല്ലേ. ബസ് കുറവുള്ളതുകൊണ്ടാണ് ബസ് തിരക്കുള്ളതെന്ന് ഞാൻ വിചാരിക്കണേ. സ്ത്രീകൾ സൗജന്യം ഉള്ളതുകൊണ്ട് മാത്രം സ്ത്രീകൾ കയറുന്നല്ല ഞാൻ. അതാണ് ജോൺ പറഞ്ഞാൽ തെറ്റ്. സ്ത്രീകൾ യാത്ര ചെയ്യുന്നു, സൗജന്യമുള്ളതുകൊണ്ട് അവർ KSRTC കയറും. ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ KSRTCയും പ്രൈവറ്റും ഉണ്ടെന്ന് വയ്ക്കുക, സ്വാഭാവികമായും അതല്ലെങ്കിലും KSRTC കയറുന്ന ആളാണ് ഞാൻ. കാരണം കുറച്ചുകൂടി കംഫർട്ടബിൾ ഒരേ റൂട്ടിൽ ഉണ്ടെങ്കിൽ KSRTC കയറും. നമ്മൾ അങ്ങനെയാണ്. ഇപ്പോൾ പ്രശ്നം എന്താ, കൂടുതൽ ആളുകൾ KSRTC കയറുമ്പോൾ അതിൽ സ്പേസ് കുറവുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം കൂടുതൽ ആളുകൾ കയറുന്നു. ഇപ്പോൾ സൗജന്യമായിട്ടൊരു സാധനം കൊടുക്കുന്നു പറഞ്ഞാൽ അവിടെ തിരക്കുണ്ടാവും സ്വാഭാവികമായും. വില കുറഞ്ഞെടുത്ത്, ഒന്നും വേണ്ട, വില കുറഞ്ഞെടുത്ത് അല്ലേ. നമ്മൾ മാളിലൊക്കെ വില കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾ കൂട്ടത്തോടെ അങ്ങോട്ട് പോകില്ലേ, കൂട്ടത്തോടെ അങ്ങോട്ട് പോകും. കാരണം ഇവിടെ ബാക്കി കടയിലൊന്നും ആളും വരില്ല. അത് ഏത് സമൂഹം ഫ്രീ കൊടുക്കുന്നു, വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സമൂഹം പോവും. അത് സമൂഹത്തിൻ്റെ ഒരു രീതിയാണ്. നമ്മളൊക്കെ പോണതാണ്. നമ്മളെന്ന് വെച്ചാൽ പോണ ആവശ്യമുള്ളവരൊക്കെ ആവശ്യമില്ലാത്ത സാധനം പോലും വാങ്ങിക്കും വില കുറച്ച് കിട്ടിയ. അങ്ങനെയുള്ള നമ്മുടെ ഷോപ്പിംഗ്. അപ്പം ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ കൂടുതൽ കയറുന്നത് കൊണ്ട് വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അതിനൊന്നും പറയാൻ പറ്റില്ല. പുരുഷന്മാർക്ക് ചിലപ്പോൾ സീറ്റ് കുറവായിരിക്കും, സ്ത്രീകൾ കൂടുതൽ കയറും KSRTCയിൽ. ഇരിക്കട്ടെ, അതിനല്ലോ ചെയ്തേ. പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞാൽ, സർക്കാർ ഉദ്യോഗസ്ഥകൾ കുറച്ചുണ്ട് കേരളത്തിൽ, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ബാക്കി കയറുന്ന സ്ത്രീകൾ, വയസ്സായ സ്ത്രീകൾ, ഈ ചെറിയ കടകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടെന്നറിയും, ഈ കടകളിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ, നമുക്കറിയാലോ, വളരെ കുറഞ്ഞ ശമ്പളത്തിൽ അവർ ജോലി ചെയ്യണം. ഇപ്പോൾ ഇവിടുന്ന് മൂവാറ്റോടെയും തൊടുപുഴയും ഒക്കെ എറണാകുളത്ത് വന്ന് ജോലി ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം 150-200 രൂപ ലാഭമുണ്ട്. എന്ന് വെച്ചാൽ ഒരു മാസം 5000 രൂപയുണ്ട് അവർക്ക്. 25 ദിവസം വർക്ക് ചെയ്താൽ 5000 രൂപയുടെ റിഡക്ഷൻ ഉണ്ട് അവർക്ക്. 100 രൂപ ലാഭം കിട്ടിയാൽ തന്നെ 3000 രൂപയല്ലേ. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിൽ വിവേചനം വേണ്ട. ഇപ്പം സ്ത്രീ സംവരണം കൊണ്ടുവന്നാൽ ദരിദ്ര സ്ത്രീക്കും സമ്പന്ന സ്ത്രീക്കും സംവരണം വേറെ ആക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നുമില്ലല്ലോ. സമ്പന്ന സ്ത്രീ ദരിദ്ര സ്ത്രീ ഒന്നുമില്ല. സ്ത്രീയുടെ മൊബിലിറ്റി കൂട്ടുക. ഇപ്പം നമ്മൾ സ്ത്രീകൾക്ക് സീറ്റ് റിസർവ് ചെയ്താൽ അവിടെ ഇത്ര കാശ് കുറഞ്ഞുള്ളവരെ മത്സരിക്കാൻ പാടുമെന്ന് പറയാൻ പറ്റും. അങ്ങനെയല്ല. സ്ത്രീ സംവരണം ഒരു പക്ഷേ അങ്ങനെ വന്നാൽ കൂടുതൽ ധനികരായ സ്ത്രീകൾ വരും, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പിൽ 50% തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ സമ്പന്നരായ സ്ത്രീകൾ കൂടുതൽ വരും, കാരണം അവർക്ക് അവരെ കൂടുതൽ കാശ് ചിലവാക്കുണ്ടാവും. ചിലപ്പോൾ അവർ ജയിക്കും. സമ്പന്നയായ സ്ത്രീയും ദരിദ്രയായ സ്ത്രീ ഏറ്റുമുട്ടിയാൽ ചിലപ്പോൾ സമ്പന്നയായ സ്ത്രീ ജയിക്കും. അതൊക്കെ സാധ്യതയുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു സാമ്പത്തിക അസമത്വമാണ്. പക്ഷേ ഇതിനെ ഞാൻ കാണുന്നത് ഇപ്പോഴും
സ്ത്രീകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സൗജന്യങ്ങളിലൊന്ന് അവർക്ക് യാത്രയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആരോഗ്യം കൊടുത്താൽ പോലും ഇത്ര നിൽക്കില്ല, അതിനേക്കാൾ കൂടുതൽ യാത്രയ്ക്ക് കൊടുക്കുക. കാരണം സ്ത്രീകളുടെ മൊബിലിറ്റി കൂട്ടുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, 2 വീലർ വന്നതോടുകൂടി, പ്രത്യേകിച്ച് മോപ്പഡ് പോലെയുള്ള വണ്ടി വന്നതോടുകൂടി സ്ത്രീകൾ യാത്ര കൂടി. അവരുടെ ഡ്രസ്സിൽ ചുരിദാറും പാൻറ്റും ഒക്കെ ഇടാൻ സ്ത്രീകൾ തുടങ്ങിയോടുകൂടി, കാരണം സ്പീഡ് കൂടും. സാരി ഉടുത്ത് നടക്കണ ഇത്തിരി പാടാണ്. നേരെ മറിച്ച് ഇതിടുമ്പോൾ അത് മൊബിലിറ്റി കൂട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഡ്രസ്സിൽ, നമ്മുടെ ബാഗേജിൽ ഒക്കെ തന്നെ വലിയ വ്യത്യാസം വരും. ഇപ്പോൾ ബാക്ക് പാക്ക് യാത്രയ്ക്ക് ഏറ്റവും സുഖമുള്ള സാധനമാണ്. മറ്റേതല്ലെങ്കിൽ ഒരു കയ്യിൽ ഇത് പിടിക്കുക, ഒരു കയ്യിൽ കൂടെ പിടിക്കുക, അങ്ങനെ ഞാൻ പറഞ്ഞ മൊബിലിറ്റി കൂട്ടുക എന്നത് ഏത് സമൂഹത്തിൻ്റെയും, പ്രത്യേകിച്ചും ബാക്ക്വേർഡ് നിൽക്കുന്ന ആളുകളുടെ, ഈ സ്ത്രീകളാണല്ലോ സമൂഹത്തിൽ ഇപ്പോഴും സ്ത്രീകൾ വളരെ പിന്നിൽ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ, മൊബിലിറ്റി കൂട്ടുക എന്നുള്ളത്. പക്ഷെ അത് പറയാൻ പാടില്ല. ഏത് മൊബിലിറ്റി കൂട്ടാന്ന് പറയാം, നേരെ മറിച്ച് ഞങ്ങൾ കൊടുത്തു എന്നും അതുകൊണ്ട് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതൽ ഉപയോഗിക്കും. ഞാൻ പറയുന്നത്, ജോൺ പറയേണ്ടത് എല്ലാ സ്ത്രീകളും ഇത് ഉപയോഗിക്കണം. ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ബസ് ഇടാനുള്ള സാമ്പത്തിക ശേഷിയില്ല, ഉള്ള സ്ഥലത്ത് ഉപയോഗിക്കണം. കൂടുതൽ KSRTC ബസ് ഇടണം. ഇപ്പോൾ പല സ്ഥലത്തും പരാതി വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ KSRTC ബസ്സിലെടുത്തല്ലേ കിട്ടുള്ളൂ. KSRTC ബസ് ഇടണം, വേണം. ഇപ്പോൾ ഇവിടുത്തെ പൊതുവിതരണ സംവിധാനം വില കൂടുമ്പോൾ സർക്കാർ പൊതുവിതരണ സംവിധാനം കൊണ്ടില്ലേ. അപ്പോൾ അതെന്താ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഓണക്കാലത്ത് നമുക്ക് വില കുറച്ച് കിറ്റ് തരണം, സപ്ലൈക്കോ വില കുറച്ച് തരണം. എന്താ കാര്യം? പുറത്ത് പോയി മേടിച്ചാൽ 5000 രൂപ വരുന്ന സാധനം സപ്ലൈക്കോ പോയാൽ 3000 രൂപയ്ക്ക് കിട്ടും. സ്വാഭാവികമായും നമ്മൾ സപ്ലൈക്കോ പോകും. അപ്പോൾ അതിന് ലിമിറ്റുണ്ട്. അത് പിന്നെ വെറും സൗജന്യം കൊടുക്കുന്നത്, ഇപ്പോൾ ഇന്ന കാർഡ്, നമുക്ക് റേഷൻ കടയിലൊക്കെ നമ്മൾ കാർഡ് വയ്ക്കുന്നത് സാമ്പത്തികമാണ്. അത് ഇതിൽ വേണ്ടാന്ന് തന്നെയാണ് ഞങ്ങൾക്ക്. അപ്പോൾ മന്ത്രി നടത്തിയ ഒരു പരാമർശം തെറ്റായിരുന്നു എന്ന് മന്ത്രി എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹം തിരുത്തണം എന്ന് ഇന്നലെ പറഞ്ഞ ആളാണ് ഞാൻ. ഇന്ന് തിരുത്തി എന്നുള്ളതുകൊണ്ട് ഇപ്പം അത് വീണ്ടും പറയണ്ട.